ഹായ്. അയ്യോ മോന്തേക്ക് ഇരിക്കുന്ന നോക്ക്. ഇലക്ഷൻ ഒക്കെ എന്തോ ആയി? റിസൾട്ട് ഒക്കെ വന്നോ? പറഞ്ഞോണ്ടിരിക്കുന്നുള്ളു. ഇന്ന് വോട്ടെണ്ണുന്ന ദിവസമാ. എത്രയാ? 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വോട്ടെണ്ണുന്ന? നീ വോട്ടിട്ടാടി ചെയ്താ? നീ എന്നിട്ട് വോട്ടിടാൻ തുടങ്ങി? രണ്ടാമത്തെ? എടി ഞാൻ ഫസ്റ്റ് വോട്ട് തന്നെ 3 വോട്ടിട്ട്. ആരാ കമന്റ് ഇട്ടേക്കുന്നു? ഞാൻ 31 വയസ്സായിട്ട് ഇതുവരെ വോട്ടിട്ടിട്ടില്ലെന്ന്. ഓ അതൊക്കെ ഭയങ്കര ഇതാട്ടോ. പോയി വോട്ടിട്. എന്തിനാണ് രാവിലെ ഇനി പരിപാടി? രാവിലെ ഇനി എല്ലാരെയും കൊണ്ടാക്കണം കേട്ടോ. അതെ, ഇനി അതാണ് ഇന്നത്തെ എന്റെ പരിപാടി. ഓ നല്ല രസം കേട്ടാ. പക്ഷേ ശരിക്കും രാത്രി ലൈറ്റ് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരാം. പാവച്ച കുറേ കഷ്ടപ്പെട്ടു ഇതിന് വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തോ ഇളകി കിടക്കുന്നേ? ഓഹോ, എന്റെ മണ്ടല്ലോ കയറി അച്ഛൻ കൊല്ലും. വേണ്ട എന്താ ഏതാണ്ടൊക്കെ ഒന്ന് വീണ്. ഇന്നലെ ഉണ്ടല്ലോ ഞങ്ങൾ ഈ മുള വെട്ടി, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കാതെ നിക്കുന്നില്ല. ഞങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചതറിയോ ആ മുളയത്? സത്യമായിട്ട് വേണ്ട ആ ഗ്ലാസ് കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടോ? ഞാൻ വേണേ കാണിച്ചു തരായിരുന്നു ഒന്ന് വെട്ടിയിട്ട്. വൈകുന്നേരം അല്ലേ? ആ മുള ഭയങ്കരമായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യും തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ അങ്ങനെ ചെടിയിൽ വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം വലിച്ചെടുക്കുമായിരിക്കും. ഇതെല്ലാം വലിച്ചെടുക്കും. ഇതിന്റെ അകത്തൊരു അടുത്തൊരു സാധനം നിന്നാ നന്നാവത്തില്ല. പ്യൂർ വെള്ളം, നല്ല തണുത്ത അടിപൊളി വെള്ളം. ആ ഒരു മുളയുടെ ഒരു ഫ്ലേവർ വരും. നല്ല വെള്ളം കേട്ടാ. എനിക്കൊന്ന് മഞ്ഞ മുളയിൽ കാണാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഇത് വേറെ ഏതൊരു സൈസ് മുളയാ. ഇവനീ പന്ത് ഭയങ്കര പേടിയാട്ടാ. അതിന്നത് അതിപ്പോ പൊട്ടണം. ഓക്കെ, ഞാനെന്റെ സുന്ദരനാണേ. ദൈവമായിട്ട് അനുഗ്രഹിച്ച് എനിക്ക് കുറെ ബ്യൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൺപിള്ളേരൊക്കെ എൻ്റെ പഠിപ്പിൽ തന്നെ. ഈ പെൺപിള്ളേരുടെ ഒരു കാര്യം പറയണേ, ഇത്ര സുന്ദരനായ എൻ്റെ അത് എല്ലാവർക്കും അസൂയ തന്നെ എൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ. ഇങ്ങനത്തെ സ്റ്റൈല് പാൻറ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. എൻ്റെ പെൻസിൽ ഫിറ്റ് പാൻറ്. നിങ്ങളെ പേടിച്ചേ? നീ എന്തോന്ന് പറയല? പേടിച്ചു പോയി. അത് വീഡിയോയില് കിട്ടിയില്ല. ഭാഗ്യം വീഡിയോ കിട്ടിയില്ലാണ്. ഇല്ല, ഇനി പേടിക്കത്തില്ല. ഇച്ചിരി ഒന്ന് മേടിച്ചു. ശ്രദ്ധിച്ചില്ല. മുണ്ട വീണപ്പോഴാണ് കണ്ടത്. രാവിലെ തന്നെ എല്ലാരും ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ബാക്ക് ടു ഹോം അല്ലേ? ഇനി എന്നാ പരീക്ഷ? മറ്റന്നാ. ഇനി ഇത് മോഡലല്ലേ? സെമ്മ. അപ്പം അഭിവാദ്യങ്ങൾ. പഠിച്ച് ജയിക്കുക. പോവാം. രാവിലെ ഇന്നലെ തൊട്ടേ റെഡിയായി നിൽക്കുക. ഇന്നലെ ഈ മുണ്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. പോവാ റെഡിയായിട്ട്. പൊക്കോളാ വയ്യ. അച്ചാച്ചന് സൺസ്ക്രീൻ ഇടണം കേട്ടാ. ഓക്കെ ഓക്കെ ചേച്ചി, നമുക്ക് ഇറങ്ങാം. അടുത്ത എന്റെ പ്രൊഫഷണൽ അച്ചാച്ചനാണ് എന്റെ മോളെ. ഇപ്പൊ സൺസ്ക്രീൻ ഒക്കെ തന്നെ അതിനാണ് കേട്ടോ. ഓക്കെ, 25-ാം തീയതി അടുത്ത. വണ്ടി മൊത്തം അഴുക്കാണ് കേട്ടോ, ഒന്ന് കഴുകണം. 15-ാം തീയതി പ്രത്യേകത ഉണ്ട്. അത് അച്ചാച്ചന് അറിയാമെന്ന് ചോദിച്ചാണ്. 15-ാം തീയതി ഈ മാസം 15 എന്തുവാ പ്രത്യേകത? ഡിസംബർ 15-ാം തീയതി കൊച്ചിന്റെ ബർത്ത്ഡേ. രണ്ടും കൂടെ ഒരു ദിവസം കാണത്തുള്ളൂ. ഒരു ദിവസം എല്ലാം 15-ാം തീയതി. ഏത് കൊച്ചിന്റെ ബർത്ത്ഡേ? നോക്കല്ലേ ബർത്ത്ഡേ. അല്ല ഞാൻ വിചാരിച്ചേ അച്ചാച്ചൻ ഇതൊക്കെ ഓർമ്മയുണ്ട് കറക്റ്റ് ആയിട്ട്. ഒരു ദിവസം ആർക്കുള്ള ബർത്ത്ഡേ? നമ്മളെ കല്യാണ വാർഷികോ? ആരെ ബർത്ത്ഡേ? ഇപ്പൊ കറക്റ്റ് മാറി പോയതാ. ആ പടലോടെ കട്ട് ചെയ്യമ്മ.
പഴമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. പോവാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കുമ്പട് തജും 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 കരിങ്കുഴൽകട് തജും 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 നഗരദീപങ്ങളിൽ പുഴകളിൽ ഒഴുകിയ. ഞാൻ കൊറേ നാൾ കൂടിയിട്ട് അളിയാ എനിക്ക് എന്തൊക്കെയോ എനിക്കങ്ങനെ തൃപ്തികരമായിട്ടില്ല. പക്ഷെ ഞാൻ ഈ വ്ലോഗ് തൃപ്തികരമാക്കിട്ട് ഞാൻ വിടും. ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം കേട്ടോ. അളിയൻ വോട്ടിട്ടാ എല്ലാരും കിട്ടോ? പിന്നെ ഇയാളെങ്ങനെ വോട്ടിടുന്നു? ഇയാൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഞാൻ വോട്ടിട്ടില്ല. ഇല്ലേ? അളിയന് ഫസ്റ്റ് വോട്ടില്ലായിരുന്നു. എന്റെ ഫസ്റ്റ് വോട്ടാ. അതിന് വോട്ടൊക്കെ അടിച്ചേ അല്ല, ഞാൻ മൂന്ന് കുത്തി. അളിയന്റെ വോട്ട് അസാധുവായി. ഇല്ല ഇല്ല, അതങ്ങനെ പൊന്നളിയാ ഇങ്ങനെ ഇട്ടത്. ഇങ്ങനെ മൂന്ന് വോട്ടാ. ഇന്നലെ നമ്മള് രാത്രി വന്നപ്പോ ഒരു വണ്ടി ഇടിച്ചായിരുന്നു അതുകൊണ്ട് കിടക്കുന്ന എന്റെ കൂട്ടുകാരന്റെ വണ്ടി. അത് സൂപ്പറായിട്ട് ഫ്രണ്ട് വീലൊക്കെ പോയി. ആ ഇടിച്ച വണ്ടി ഒന്ന് കാണണം. ഒരു ടി വി എസിന്റെ ബൈക്ക്. ഒരു ടി വി എസിന്റെ ബൈക്ക്. പക്ഷെ ബൈക്കിന് ഒന്നും പറ്റില്ല. ക്രാഷ് കാർഡ് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളഞ്ഞു. പക്ഷെ സ്വിഫ്റ്റ് പപ്പടമായി. ഫ്രണ്ട് വീലൊക്കെ വളഞ്ഞ് ടയറൊക്കെ പൊട്ടി. സ്വിഫ്റ്റിന് ഭയങ്കര സേഫ്റ്റി കുറവാട്ടോ. എന്നാലും അകത്ത് ആളിരുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. അമ്മ അത് ബൈക്കാണ് ഇടിച്ച. അത് ജടായിപ്പാറ. അത് വേറൊരു പറയാ. കരിമ്പാറ. പാണ്ടി കരിമ്പാറ. എന്താ കാര്യം ഉണ്ടെങ്കിലും അച്ചാമ്മ എടുത്ത ആദ്യം പറയുന്ന കാര്യങ്ങളല്ലേ. എല്ലാ കാര്യങ്ങളും ഞാൻ വിളിക്കുന്ന എന്റെ അടുത്തും പറയും. അപ്പത്തി വിളിക്കുമ്പോ അപ്പത്തി എടുത്തും പറയും. അച്ചാച്ചനോട് എല്ലാ കാര്യം ഞാൻ എല്ലാ കാര്യം പറയുന്നില്ലേ പറയും. അതുകൊണ്ട് അതിന് വെച്ചപ്പോ അച്ചാച്ചനും ഇല്ല. ഞാൻ എല്ലാ അച്ചാച്ചനോട് പറയും. അളിയന് ഒരു ഷർട്ട് എടുക്കണം കേട്ടോ. അളിയനൊരു മാരേജ് ഉണ്ട്. അളിയന്റെ മാരേജ് ഉണ്ട്. അപ്പൊ അതിന് ഷർട്ട് എടുക്കണം. ഇന്ന് അളിയന്റെ മാരേജ് ഷോപ്പിംഗ്. 3 ഷർട്ട് എടുക്കേണ്ടി വരും. 3 ദിവസമായിട്ടായിരിക്കും. ചേട്ടന്റെ കല്യാണത്തിന് എല്ലാരും എല്ലാത്തിലും എടുക്കാം. എല്ലാത്തിലും എല്ലാരും പെണ്ണില്ലടാ, പെണ്ണില്ല. അത് മാത്രമേ ഉള്ളൊരു പ്രശ്നോടി. നീ ഒരു പെണ്ണിനെ കൂടെ എവിടുന്നേലും കൊണ്ടുവന്നിട്ട് നിനക്ക് ഡ്രസ് എടുത്ത് തരാം. ഫസ്റ്റ് നീ പെണ്ണിനെ കൊണ്ടുപോവാ. അല്ല, ഈ കൂട്ടത്തിൽ ആദ്യത്തെ കല്യാണം അളിയന്റെ ആയിരിക്കും. ഈ വർഷം ഉണ്ട് കല്യാണം. ഈ വർഷം ശ്രീധുവിന്റെ കല്യാണം എനിക്കിപ്പോ 25 ആയില്ലേ. സത്യത്തിൽ ഞാൻ ഇപ്പോഴും ആ +2 കഴിഞ്ഞിരിക്കുന്ന ആ ചെറിയ പാലക്കാരൻ പയ്യനാ. 35 വയസ്സ് തോന്നി. അത് ഇയാൾക്ക് അത്രയും തോന്നിക്കുന്നില്ല. എന്നാലും ചേട്ടൻ ഗോളടിക്കാൻ ഒത്തില്ല. എടി എന്നെ കണ്ട കറക്റ്റ് എത്ര? നീ സീരിയസ് ആയിട്ട് പറ. ചേട്ടന്റെ പ്രായത്തിനേക്കാളും ഒരു 2 വയസ്സ് കൂടെ കൂടുതൽ തോന്നുന്നു. ഒരുമാതിരി അവിടെ നിക്കത്തില്ല ഇവിടെ നിക്കത്തില്ല. നിനക്ക് ഞാൻ ഹൽദിക്ക് ഡ്രസ് തരത്തില്ല. ക്യാൻസൽ. അല്ലെങ്കിൽ അത് പറയില്ലായിരുന്നു. അളിയെ സെലക്ട് ചെയ്യുന്ന ഷർട്ട് ഞാൻ എടുക്കുന്നത്. ആണോ? ഓക്കെ. അളിയ സൈസ് ഏതാ? നോർമൽ ഷർട്ട്. കല്യാണത്തിന് നോർമൽ. ഞാൻ അളിയന് ഒരെണ്ണം സെലക്ട് ചെയ്യട്ടോ കേട്ടോ. നീ അറിഞ്ഞില്ലല്ലേ? നീയും പലപ്പോഴും ഇങ്ങനെ വരുന്നത്. ഞാൻ ഒരു എന്തായാലും വന്നില്ല ഒരു ടീഷർട്ട് എടുക്കുന്ന എടുത്തില്ലേ? ഭയങ്കര ചൂടാ. വെൽവെറ്റാ. ഭയങ്കര കട്ടി ചൂടായിരിക്കും അല്ലേ? 700 രൂപ. ഇതാകുമ്പോ കാള കുത്തൂല. നല്ല നിറവാ. അളി എന്റെ നോക്കി കോപ്പി അടിക്കും. ഞാൻ ചുവന്ന എടുത്ത ഇത് ചെറുതാളി. ഇത് കൊള്ളത്തില്ല. ഇവര് സെലക്ട് ചെയ്യുന്ന എടുക്കില്ലേ? അഭിപ്രായം ചോദിക്കുക, അത്രേ ഉള്ളു. സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അളി എന്റെ പാട്ടായി കേൾക്കുവാ. എന്താ അഭിപ്രായം? കേക്കാം. നല്ലതൊന്നും പറയരുത്. ഇല്ല, ഞാൻ വണ്ടിക്ക് തിരുന്നേക്കടേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഇടുന്ന അളിയന്റെ പാട്ടാ. അത് കേട്ടോണ്ടിരിക്കും. നല്ല ഫീല്. എന്നെ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. അതിട്ട് ഞാൻ ഒരിക്കലും ഉറങ്ങത്തില്ല അളിയ. ഞാൻ എന്തിനും ഇതൊക്കെ ചോദിക്കാൻ തുറക്കളിയാ അളിയ. ഇതെങ്ങനെ ഉണ്ടോ നോക്കളിയാ? അളി ഇതെന്ത് കളിയത്? അളിയ ഇതെന്ത് കളിയ? എസ്തെറ്റിക്ക. അകത്ത് വേറെ എല്ലാം ഉണ്ടോ? ഓളെ സ്റ്റൈലെന്നൊക്കെ എന്തോ അറിയാം.
ഇത് ഭയങ്കര സ്റ്റൈലാണ്. അച്ചാച്ച എങ്ങനെയുണ്ട്? നല്ലയാ? നല്ലതാണോ? അച്ചാച്ചന് അത്യാവശ്യമായിട്ടൊരു കണ്ണാടി മേടിക്കണം. അടിപൊളിയത്. ഇത് ഇപ്പോഴത്തെ സ്റ്റൈലാടി ഇങ്ങനത്തെ. എവിടെ? ഇത് പേപ്പർ എഡിഷൻ. ഈ ടീഷർട്ട് ഉള്ളാവോ? രസമുണ്ടോ? കൊള്ളാവടി. വേണ്ട ഇതൊന്നും വെച്ചേ. പണ്ട് അമ്മാമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഇത്, കണ്ണോപ്പറേഷൻ കഴിഞ്ഞപ്പോട്ടതാ. അപ്പോഴേ കൊടുത്ത്. ഓക്കെ എൻജോയ്. എൻ്റെ വക ഗിഫ്റ്റേ. ഓക്കെ ഹായ്, ഓമണയം എത്തിയിരിക്കുന്നു. വരൂ. അച്ചാച്ചൻ എന്തിയാ? അച്ചാച്ചൻ വഴിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോയി. എനിക്കറിയത്തില്ല, നാളെ വരാന്ന് പറഞ്ഞിട്ട് പോയി. 1/2 കിലോ ഉള്ളി മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആ, ഈ 1/2 കിലോ ഉള്ളി മേടിക്കാൻ ചന്തയിൽ പോണോന്ന്. ചന്തയിൽ ലാഭത്തിന് 1/2 കിലോ ഉള്ളി കിട്ടുന്നത്. അയ്യോ, നമ്മള് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. ആ ഫോട്ടോ ഉണ്ട്, കാണിച്ചു തരാം. വന്നൂടായിരുന്നോ? അമ്മ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സാധനം ഉണ്ടമ്മ. ആ ഞാൻ റീല് കണ്ടതാ. ആ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇത് ഒത്തിരി പൊരിക്കത്തില്ല, ഒരു അങ്ങനെ ഒരു ഇതിലാക്കാം. എന്നിട്ട് ചോറിന്റെ കൂടെ അത് മാത്രം വെച്ച് ഇളക്കി കഴിക്കും. നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ അല്ല, ഇത് നീളമുള്ള അല്ല വണ്ണമുള്ള. ഇതൊരു മീൻ പൊരിക്കാൻ വെച്ചേക്കുന്ന മീൻ കറിയൊക്കെ ആക്കി കേട്ടോ അമ്മ. അമ്മേ ഇവിടെ ജയിച്ചാ? ആ സന്തോഷമായ? കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ ആ വഴിയും കൂടെ ശരിയായി കൊണ്ടുവരാൻ പറ. അതും കൂടെ നടക്കട്ടെ. ആരെ ജയിച്ചാ? വിളിച്ചു പറഞ്ഞോണ്ട് പോന്ന കേട്ടോ. അവരിങ്ങോട്ട് കേറി വരുമോ? വഴിയില്ലല്ലേ? വോട്ട് ചോദിക്കാൻ കയറി വരും. നമ്മളവിടെ ജയിച്ചല്ലേ? ഞങ്ങളുടെ അവിടെ എന്നെ പഠിപ്പിച്ച ടീച്ചർ ജയിച്ചേട്ടോ. സന്തോഷം, ഹാപ്പി. ഇവിടെ നിന്നെ പഠിപ്പിച്ച ടീച്ചർ ജയിക്കട്ടെ. ആര് ജയിച്ചാലും ഇതായാലും ശരി, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലേ? അടുത്ത പ്രാവശ്യം വോട്ടിന് നമ്മുടെ ഫ്രണ്ട് വരുമ്പോഴത്തേന് നിങ്ങൾ എന്തോ ചെയ്ത് എന്ന് നമ്മൾ പറയേണ്ട ഗതി വരണ്ടേ? നാട്ടുകാർക്ക് യൂസ് ഉള്ള സംഭവങ്ങൾ ചെയ്യാം. അയ്യോ ചെറിയ പൂച്ച. അമ്മ കൊണ്ടുപോവാ. അയ്യോ ഭയങ്കര രസം കാണാൻ. ഇത് വാലുള്ള സൈസാന്നാ? ഇത് ഇച്ചിരി ആളായെന്നുള്ളത് തോന്നുന്നത്. ഇത് എത്ര ആളായി ഇത് പ്രസവിച്ചിട്ട്? അല്ല ഇപ്പൊ പാല് കുടിക്കേണ്ട സമയമാണ്. ചെലപ്പോ കൂട്ടാവുമായിരിക്കും അമ്മ. അതുകൊണ്ട് അത് ചീറ്റുന്നമ്മ. അത് കൊടു അടിക്കും അമ്മേ. എടാ വരുന്നു. അയ്യോ ഒന്ന് എടുക്കുന്ന കേട്ടാ. അയ്യോ കടിച്ചെടുത്തോണ്ട് പോന്നു. അയ്യോ കണ്ടോ ഇവിടെ പാവം നോക്കിയേ, വീണവിടെ. കൊണ്ടുപോവാൻ സമ്മതിക്കില്ല, അടിക്കുമ്പോന്ന് അള്ളി കീറി വെച്ചാനാ തള്ള. മക്കള് പിരിയുമ്പോ തള്ളക്ക് വേദനിക്കും. ഞങ്ങള് പോട്ടെ എന്നാ, പോയിട്ട് ഇനി അളിയനെ ഇനി കൊണ്ടാക്കണം. ഇവിടെ ഇത് പഞ്ചായത്ത് പോയിപ്പാ വെള്ളം വരുമോ? അതൊക്കെ നമ്മുടെ അവിടെ, പക്ഷെ ബില്ല് വരും. ആ നമുക്ക് ഇരിപ്പുണ്ട് 3000 രൂപ. പക്ഷെ വെള്ളം വന്നിട്ടില്ല, ആകെ ഒരു ടാങ്ക് അങ്ങോട്ട് പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ മിനിമം ചാർജ് അത് 3000. പോട്ടാ അച്ചാച്ചി
അത് ശരിയാ, നമ്മുടെ കൂടെ വന്നിട്ട് എന്ത് കേറി വന്നില്ലല്ലോ. കേറി വന്നിട്ട് പോടാ. പോയാ? ഓക്കെ, ഞങ്ങള് പോണ. ടാറ്റ, ബൈ. വെക്കേഷനായി എനിക്ക് വാ. അല്ല ഈ തിങ്കളാഴ്ച വെക്കേഷനായി എന്ത് അയ്യേ, ഒത്തില്ല അമ്മ, ഒത്തില്ല. ഓ, അമ്മ വലിയ ഫ്രാക്കായിട്ട് വന്നത്, ഒത്തില്ല കേട്ടോ. അമ്മ കൊറേ നേരം കൊണ്ട് ട്രൈ ചെയ്യുക, ഒട്ടും നടന്നില്ല. നമ്മള് മീൻ മേടിക്കാനായിട്ട് എടുത്തു കേട്ടോ. ഇവിടെ കൊറേ നല്ല മീനുണ്ടെന്ന് തോന്നുന്നു. വങ്കടയുണ്ട്. വങ്കട ഒത്തിരി ആളായി മേടിച്ചത്. ചെറിയ വങ്കടയാ. എന്തായാലും ഇന്ന് കാര്യമായിട്ട് ബക്കറ്റ് മീൻ മേടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. എനിക്കറിയാം, ഞാൻ വരുമ്പോ നമ്മള് പുനലൂർ ഇങ്ങോട്ടൊക്കെ വരുമ്പോ മീൻ കാണുമെന്നറിയാം. അതുകൊണ്ട് ബക്കറ്റ് എടുത്തിട്ട് കേട്ടോ, അല്ലെങ്കിൽ വണ്ടി മൊത്തം നാറും. നേരെ വീട്ടിൽ പോ. ഭയങ്കര വെയിൽ കേട്ടോ. കുറച്ചു നേരം ഒന്ന് പുറത്ത് നിന്നാ പൊളിയും. വെയില് രാത്രിയാണെങ്കിൽ ഭയങ്കര തണുപ്പ്. മുളയുന്ന വെള്ളം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. വീട്ടിൽ പോ.